പാലക്കാട് അഗനല്ലൂർ സ്വദേശി ഋതിൻ നാരായണൻ ഫേസ്ബുക്കിലൊരു പരസ്യം കാണുന്നു. ഡൽഹിയിലെ ഡീസൽ കാറുകൾ ചെറിയ വിലക്ക് വിൽപ്പനക്ക് എന്നതായിരുന്നു ആ പരസ്യം. ആ പരസ്യത്തിൽ ആകർഷനായി ഋതിൻ അതിൽ വീഴുന്നു. അങ്ങനെ അവരുമായി കോണ്ടാക്ട് ചെയ്ത് കാര്യങ്ങളെല്ലാം ഉറപ്പിച്ചു. തുടർന്ന് ആദ്യ ഗഡുവെന്നോണം ഒരു തുകയും കൈമാറി. 50,000 എന്ന് പറഞ്ഞൊരു തുക ഞങ്ങൾ അഡ്വാൻസ് ആയി കൊടുത്തു. എന്നിട്ട് അതിനുശേഷം ആള് നമ്മളെ പ്രഷറൈസ് ചെയ്ത് ആള് പറഞ്ഞു, നമുക്ക് പെട്ടെന്ന് വണ്ടി വിറ്റ് പോകാനായി, അതുകൊണ്ട് നീ പെട്ടെന്ന് പൈസ അയക്കുമെന്ന് പറഞ്ഞ് 2 ദിവസത്തിൻ്റെ ഉള്ളിൽ ഞാൻ 20 ലക്ഷം കൂടിയും അയച്ചു കൊടുത്തു. അപ്പോൾ ഒരു ടോട്ടലായിട്ട് 20,50,000 രൂപ ഞാൻ ആള് പറഞ്ഞ വിവിധ അക്കൗണ്ടിലോട്ട് അയച്ചു കൊടുത്തിരുന്നു. ആളുടെ അച്ഛനോട് പോയി സംസാരിച്ചപ്പോൾ ആള് പറഞ്ഞു, ഞാൻ എൻ്റെ മകനെ എഴുതി തള്ളിയതാണ്, അവനൊരു ഫ്രോഡാണ്, എനിക്ക് അവനായിട്ടൊരു ബന്ധമില്ല, നിങ്ങൾ ലീഗലി പോയിക്കോളൂ എന്നുള്ള രീതിയിൽ പറഞ്ഞു. എന്നിട്ട് ഞാൻ അവിടെ മധുവിഹാർ എന്ന് പറയുന്ന ഒരു പോലീസ് സ്റ്റേഷനിൽ ഞാൻ പോയിട്ട് FIR റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ട് പോയി. അപ്പോൾ അവിടുത്തെ പോലീസുകാരൊക്കെ ഭയങ്കര ഹാർഷ് ആൻഡ് റൂഡായിട്ടാണ് എന്നോട് ബിഹേവ് ചെയ്തിരുന്നത്. വലിയ സാമ്പത്തിക തട്ടിപ്പിനിരയായി തൻ്റെ സമ്പാദ്യമെല്ലാം നഷ്ടപ്പെട്ട് ഡൽഹിയിലെ മധുവിഹാർ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഋതിൻ എത്തിയത് പാലക്കാട് സൈബർ പോലീസ് സ്റ്റേഷനിലേക്കാണ്. അവിടെയാണ് ഋതിന് ഒരു താങ്ങും തണലും കിട്ടിയത്. വിക്ടിം ഭയങ്കര ഡെസ്പായിരുന്നു. ഡൽഹി പോലീസിലുൾപ്പെടെ പലയിടത്തും പോയി. പക്ഷെ അവിടെ നിന്നൊന്നും പോസിറ്റീവായിട്ടുള്ളൊരു റെസ്പോൺസ് കിട്ടാത്തതുകൊണ്ടാണ് അദ്ദേഹം നമ്മളെ പാലക്കാട് കേരള പോലീസിനെ തന്നെ സമീപിച്ചത്. നമുക്ക് എന്തായാലും ഫാസ്റ്റായിട്ടുള്ള റെസ്പോൺസ് വഴി നമുക്ക് ആ അക്കൗണ്ട് ഫ്രീസ് ചെയ്യാൻ സാധിച്ചു. 2 ആഴ്ചക്കുള്ളിൽ തന്നെ നമുക്ക് ആ ക്യാഷ് തിരിച്ച് വിക്ടിമിൻ്റെ അക്കൗണ്ടിലേക്ക് തിരിച്ച് ക്രെഡിറ്റ് ചെയ്യാനും സാധിച്ചു. 2 വാഹനങ്ങളാണ് തട്ടിപ്പുകാർ ഋതിനെ പരിചയപ്പെടുത്തിയത്. കൂട്ടത്തിൽ 2 മേൽവിലാസങ്ങളും. ഇവരുമായി നേരിട്ടാണ് നിങ്ങളുടെ ഇടപാടെന്നും ഇതിൽ മറ്റ് കമ്മീഷനുകൾ ഒഴിവാക്കാമെന്നും ഋതിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. ഡൽഹിയിലെത്തിയ ഋതിനെ കൊണ്ട് ഇവരുടെ അക്കൗണ്ടിലേക്ക് പണം ഇടിക്കുകയും ചെയ്തു. അതിനുശേഷം എല്ലാം ബ്ലോക്ക് ചെയ്തു. സാധാരണഗതിയിൽ എല്ലാവർക്കും ഒരു പോലീസാണ് ആശ്രയം എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് അദ്ദേഹം ഡൽഹിയിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ പോകുന്നത്. അവർ മലയാളികളാണ് എന്നുള്ളത് കൊണ്ടാണോ അതോ അവർക്കത് ബുദ്ധിമുട്ടാവുന്നതുകൊണ്ടോ നിഷ്കരണം അവരെ നിരുത്സാഹപ്പെടുത്തി, അത് നിങ്ങളുടെ നാട്ടിൽ പോയി രജിസ്റ്റർ ചെയ്താൽ മതി, ഇവിടെ വന്ന് ഇങ്ങനെ തട്ടിപ്പിന് ഇരയായി നിന്നു കൊടുത്തത് ഞങ്ങളുടെ ബാധ്യതയല്ല, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതല്ലേ എന്നുള്ളൊരു കുറ്റപ്പെടുത്തലോടുകൂടി അയാൾ അവിടെ പറഞ്ഞയച്ചു എന്നാണ് അദ്ദേഹം ഇവിടെ വന്ന് പറയുന്നത്. തട്ടിപ്പുകാരുടെ അക്കൗണ്ടുകളെല്ലാം പെട്ടെന്ന് തന്നെ മരവിപ്പിച്ചു. ഋതിൻ്റെ അക്കൗണ്ടിലേക്ക് നഷ്ടപ്പെട്ട പണത്തിൻ്റെ ഭൂരിഭാഗവും തിരികെ എത്തിക്കാൻ കഴിഞ്ഞു. ഇനിയുള്ളത് പ്രതികളിലേക്കുള്ള ദൂരമാണ്. അതും വൈകാതെ സൈബർ പോലീസ് എത്തും. അതാണല്ലോ കേരളത്തിലെ സൈബർ പോലീസ്. മൽഗോഷ് സി മോഹനൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്. ശ്യാമപ്രസാദ് ഉത്തമൻ തന്നെ നമ്മുടെ കൂടെയുണ്ട്. ശ്യാമ, തട്ടിപ്പുകളിൽ ചെന്ന് വീഴാതെ ശ്രദ്ധിക്കുക എന്നുള്ള മുന്നറിയിപ്പ് നൽകാൻ മാത്രമേ നമ്മളെ കൊണ്ട് പറ്റുകയുള്ളൂ. എത്രയോ തട്ടിപ്പുകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? ഇതിപ്പോൾ 20 ലക്ഷത്തോളം കയ്യിൽ നിന്നും പോകേണ്ട കേസായിരുന്നു. പലപ്പോഴും പണം നഷ്ടമാവുകയാണ് എന്നുണ്ടെങ്കിൽ പകച്ചിരിക്കാൻ മാത്രമേ പലർക്കും സാധിച്ചിട്ടുള്ളൂ. ലക്ഷങ്ങളും കോടികളും ഒക്കെ നഷ്ടപ്പെട്ടവരെയൊക്കെ നമുക്കറിയാം. പക്ഷേ ഇവിടെ ഒരു കൃത്യമായ ഇടപെടൽ ഉണ്ടാകുകയും ആ പണം തിരികെ ലഭിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. പ്രതികളിലേക്ക് എത്തുമോ? നമ്മുടെയൊക്കെ വ്യക്തിജീവിതത്തിൽ സോഷ്യൽ മീഡിയ വലിയ സ്വാധീനം ചെലുത്തുന്ന ഒരു കാലഘട്ടമാണ്. അതിനെ മുതലെടുത്തുകൊണ്ടാണ് വലിയ രീതിയിൽ സൈബർ തട്ടിപ്പുകൾ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴി നടക്കുന്നത്. അങ്ങനെ ഒരു സൈബർ തട്ടിപ്പിന് ഇരയായ വ്യക്തിയാണ് പാലക്കാട് അൽനല്ലൂർ സ്വദേശിയായിട്ടുള്ള ഋതിൻ നാരായണൻ. അദ്ദേഹം ഡൽഹി സ്വദേശികളിൽ നിന്നാണ് 2 വാഹനങ്ങൾ, ആഡംബര വാഹനങ്ങൾ വാങ്ങാൻ ശ്രമിക്കുന്നത്. അതും ചെറിയ വിലയിൽ. ഡീസൽ വാഹനങ്ങളാണ്. അവിടുത്തെ ഡീസൽ വാഹനങ്ങൾ വിൽപ്പനയ്ക്ക് കൊടുക്കാറുണ്ട്. അത് കണ്ടുകൊണ്ടാണ് അദ്ദേഹം ചെല്ലുന്നത്. അങ്ങനെ പണം ആദ്യഘട്ടത്തിൽ ഒരു അഡ്വാൻസ് തുക അയക്കുന്നു. അതിനുശേഷം ഡൽഹിയിൽ ചെല്ലുന്നു. അവിടെ വെച്ച് കുറച്ചുകൂടി പൈസ കൈമാറുന്നു. അതിനുശേഷം പിന്നീട് ഈ വ്യക്തിയെ കാണാൻ പറ്റാത്ത രീതിയിലേക്ക് മാറുകയാണ്. നമ്പരും മറ്റുമൊക്കെ ബ്ലോക്ക് ചെയ്യുന്ന അവസ്ഥയുണ്ടാകുന്നു. എന്നാൽ ഇവരുടെ ഒരു ഈ തട്ടിപ്പ് നടത്തിയ ആളുടെ അച്ഛൻ വന്ന് പറയുകയാണ്, എൻ്റെ മകൻ മാനസികാസ്വാസ്ഥവും മറ്റുമൊക്കെയുള്ളതാണ്, അതിനാൽ തന്നെ ഇവൻ ഏതെങ്കിലും തരത്തിലുള്ള തട്ടിപ്പ് നടത്തുകയാണെങ്കിൽ ആ തട്ടിപ്പിൽ തനിക്ക് ബന്ധമില്ല എന്ന രീതിയിൽ പറഞ്ഞ് അദ്ദേഹം കഴിഞ്ഞ് അദ്ദേഹവും പോകുന്നു. തുടർന്ന് അവിടുത്തെ പോലീസ് സ്റ്റേഷൻ സമീപിക്കുമ്പോൾ പോലീസുകാരിൽ നിന്ന് പോലും ദുരനുഭവമാണ് ഈ ഋതിന് ഉണ്ടായത്. അതിനുശേഷം അവിടെ നിന്നൊരു വക്കീലുമായി ബന്ധപ്പെട്ട് അവിടെ ഈ സൈബറിൻ്റെ ബന്ധപ്പെട്ട സൈറ്റിൽ ഗോൾഡൻ അവറിൽ തന്നെ ഇത് സംബന്ധിച്ച് പരാതി നൽകി പിന്നീട് നാട്ടിലേക്ക് വരികയാണ്. നാട്ടിൽ വന്ന് പാലക്കാട് സൈബർ പോലീസിൽ ഇത് സംബന്ധിച്ചുള്ള പെറ്റീഷൻ ഫയൽ ചെയ്യുന്നു. ഇദ്ദേഹത്തിന് ഏകദേശം 20 ലക്ഷത്തിലധികം രൂപ നഷ്ടമായ ഒരു സാഹചര്യം കൂടിയാണ്. ഈ ഘട്ടത്തിലാണ് സൈബർ പോലീസ് ഋതിന് താങ്ങായി നിന്നുകൊണ്ട് ഇതിൻ്റെ കൃത്യമായ രീതിയിൽ അവർ ഇടപെട്ടുകൊണ്ട് ഈ അക്കൗണ്ടുകളെല്ലാം തന്നെ മരവിപ്പിച്ചുകൊണ്ട് ഈ പണം ഋതിൻ്റെ അക്കൗണ്ടുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ പോലീസ് നടത്തിയത്. പോലീസിൻ്റെ ആ ഇടപെടൽ വിജയിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഏകദേശം
ഭൂരിഭാഗം പണവും റിതിന് തിരികെ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇനി കുറച്ച് പണം മാത്രമാണ് കിട്ടാനുള്ളത്. കൂടാതെ ഇത് സംബന്ധിച്ച് റിതിനെ തട്ടിപ്പിനിരയാക്കിയ പ്രതികളെ കൂടി കണ്ടെത്തേണ്ടതുണ്ട്. അതിനുള്ള ശ്രമം കൂടിയാണ് പോലീസ് നടത്തുന്നത്. എന്തായാലും കേരളത്തിലെ സൈബർ പോലീസ്, പ്രത്യേകിച്ച് പാലക്കാട്ടെ സൈബർ പോലീസ് ഇത്തരത്തിലുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ മുൻപന്തിയിൽ തന്നെയാണ്. ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ തട്ടിപ്പ് നടന്നിട്ട് ഈ പണം വീണ്ടെടുക്കുന്നതിലും പാലക്കാട് ജില്ല മുൻപന്തിയിൽ തന്നെയാണ് ഉള്ളത്. എന്തായാലും സൈബർ പോലീസ് ഇപ്പോഴും പറയുന്നത് ഇത്തരത്തിലുള്ള തട്ടിപ്പുകളിൽ നിങ്ങൾ വീഴാതിരിക്കുക, ഈ വഞ്ചന തരത്തിലുള്ള പരസ്യങ്ങളിൽ അകപ്പെടാതിരിക്കുക. സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ പെട്ടുപോയെങ്കിൽ കൃത്യമായ രീതിയിൽ, അതായത് 24 മണിക്കൂർ കൊണ്ട് സൈബർ പോലീസിൽ അറിയിക്കുകയും ക്രൈം രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ അത് വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം, അതിനെ ഗോൾഡൻ അവർ എന്നാണ് പറയുന്നത്, അത് നടപ്പാക്കാൻ കഴിയും. എന്തായാലും ഇത്തരത്തിലുള്ള തട്ടിപ്പുകളിൽ പരമാവധി വീഴാതിരിക്കുക എന്ന ഒരു സന്ദേശമാണ്. അതാണ് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ആയാലും പല തരത്തിലും പല പരസ്യങ്ങളും ഒക്കെ നമ്മൾ കാണും. പലരും നമ്മളെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ അതിൽ ചെന്ന് വീഴാതെ ഇരിക്കുക, അതിനുള്ള മുൻകരുതലുകൾ എടുക്കേണ്ടത് നമ്മൾ തന്നെയാണ്.